നമ്മുടെ രാജ്യത്തിൻ്റെ 76ാമത്തെ റിപ്പബ്ലിക് ദിനമാണല്ലോ ഈ വരുന്നത്. ഈ ഒരു കാലഘട്ടത്തിൽ പ്രധാനമായും നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് യുവതലമുറയെക്കുറിച്ച്. ഒന്നിരിക്കൽ യുവാക്കളെ ഭാരതത്തിൻ്റെ ശില്പികളെന്ന് പറയാം. അവർ ഭാരതത്തിൻ്റെ ഭാസുരമായ ഭാവി നിർണ്ണയിക്കുന്നതിൽ എത്രത്തോളം പങ്കുവയ്ക്കുന്നുണ്ടെന്ന് നമുക്ക് നോക്കിയാലോ. നമ്മുടെ ഭാരതമാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം. ഇതിന് ഏറ്റവും കൂടുതൽ അടിസ്ഥാനമായി ഇതിനെ ജനാധിപത്യ രാജ്യത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് പ്രയത്നിച്ചത് നമ്മുടെ യുവാക്കളാണ്. ഇപ്പോൾ ജാതിക്കും മതത്തിനും അപ്പുറമുള്ള ഐക്യമാണ് നമ്മുടെ ഭരണഘടനയുടെ കരുത്ത്. ഇന്ന് 75 വർഷങ്ങൾ പിന്നിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഈ നമ്മുടെ ഇന്ത്യയുടെ സ്വപ്നങ്ങൾ സഫലീകരിക്കുന്നതിൽ യുവാക്കൾക്കും നമ്മൾ അവസരം കൊടുക്കേണ്ടത്. അതെ, ഇന്ത്യയുടെ ജനസംഖ്യയുടെ പകുതിയിലധികവും 25 വയസ്സിന് താഴെയുള്ള യുവാക്കളാണ്. ഈ യുവാക്കൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഒഴിച്ചുകൂടാനാവാത്ത വളരെ വലിയ സമ്പത്ത് തന്നെയാണ്. എന്നാലും അവർക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ അത് നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല. ഉദാഹരണത്തിന് വിദ്യാഭ്യാസം തന്നെ എടുക്കുക. നഗരപ്രദേശങ്ങളിലുള്ള ആളുകൾ ഉയർന്ന നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം നേടുമ്പോഴും ഈ ഗ്രാമപ്രദേശത്തിലുള്ള ആളുകൾ അടിസ്ഥാന സൗകര്യം പോലും ഇല്ലാത്ത സാഹചര്യത്തിലാണ്. അതുകൊണ്ട് തന്നെ ഈ യുവ സമൂഹം അവരുടെ കഴിവുകൾ, സ്വപ്നങ്ങളെയും ഒരു മൂലയിൽ വെച്ച് പ്രയാസപ്പെടുന്നത് നാം കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഈ പറഞ്ഞത് വളരെയധികം ശരിയായ ഒരു കാര്യമാണ്. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് കൂട്ടിവെക്കാൻ പറ്റിയ മറ്റൊരു കാര്യമാണ് നമ്മുടെ നാട്ടിലെ യുവാക്കൾക്ക് തൊഴിലില്ലാത്ത വിഷയം. തൊഴിലില്ലായ്മ എത്രത്തോളം ഉയർന്നെന്ന് വെച്ചാൽ വലിയ വിദ്യാഭ്യാസമുള്ള പല ആളുകൾക്കും തൊഴിലില്ലാതെ അവർ തൊഴിലിന് വേണ്ടി ശബ്ദമുയർത്തുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. പിന്നെ നമ്മുടെ യുവാക്കൾ ഏറ്റവും കൂടുതൽ ഇടപഴകുന്ന ഒരു മേഖലയാണ് പരിസ്ഥിതി സംരക്ഷണം. ആ ഒരു കാരണത്തിന് ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് നമ്മുടെ കേരളത്തിൽ കോഴിക്കോട് നടന്ന കോർപ്പറേഷൻ മാലിന്യ പ്ലാന്റിനെതിരെ യുവാക്കളുടെ നേതൃത്വത്തിൽ സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന ഒരു വലിയ സഖ്യം ആളുകൾ തന്നെ സമരമുറയായി ചെല്ലുകയുണ്ടായി. ഇത് യുവത്വത്തിന്റെ ശക്തിയെയാണ് സൂചിപ്പിക്കുന്നത്. അത് വളരെ നല്ലൊരു പ്രചോദനമാണ്. കാരണം നമ്മുടെ യുവാക്കൾ നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ ക്ലൈമറ്റ് ആക്ഷൻ ഗ്രൂപ്പുകൾ, അതുപോലെ തന്നെ സാമൂഹിക നീതിക്കായുള്ള ഗ്രൂപ്പുകൾ, ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ യുവാക്കൾ നമ്മുടെ സമൂഹത്തിൽ കൊണ്ടുവരുന്നുണ്ട്. ഞാൻ വായിച്ചു കേട്ടിട്ടുള്ളതാണ് മാറ്റത്തിന്റെ തിരമാലകൾ ചെറുപ്പത്തിലാണ് ഉള്ളത് എന്ന്. അത് വളരെ ശരിയാണ്. കാരണം 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കാൻ വേണ്ടിയിട്ട് മുൻകൈ എടുത്തവരിൽ ഏറ്റവും കൂടുതൽ യുവാക്കളാണ്. അതുപോലെ തന്നെ ഉത്തരവാദിത്ത മനുഷ്യപ്പറ്റിൻ്റെ രാഷ്ട്രീയം എന്ന പ്രമേയത്തിൽ SYS നടത്തുന്ന സൗഹൃദ കൂട്ടായ്മ നടത്തം, ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ യുവാക്കൾ നമ്മുടെ സമൂഹത്തിൽ കൊണ്ടുവരുന്നുണ്ട്. ഇതെല്ലാം നമ്മുടെ രാജ്യത്തിന് വലിയൊരു കാര്യമാണ്. അതെ, ഈ രാജ്യത്തെ മികച്ചതാക്കുന്നത് നമ്മുടെ ഭാഗവാക്ക് തന്നെയാണ്. റിപ്പബ്ലിക് ദിനം എന്നത് കേവലം ഒരു ആഘോഷമല്ല, മറിച്ച് നമ്മുടെ ഉത്തരവാദിത്തങ്ങളും കടമകളും നിർവഹിക്കാനും ഓർമ്മപ്പെടുത്താനുമുള്ള സന്ദേശവാഹകനായിട്ടാണ് ഓരോ റിപ്പബ്ലിക് ദിനവും നമ്മളിലേക്ക് കടന്നു വരുന്നത്. സ്വാതന്ത്ര്യവും സമത്വവും നീതിയും എന്നും നമ്മുടെ ഒരു ജന്മാവകാശമായി തന്നെ നിലനിൽക്കട്ടെ. അതോടൊപ്പം നാമെല്ലാവരും ഒരു പരിസ്ഥിതി സൗഹൃദ ഇന്ത്യയുടെ നിർമ്മാണത്തിന് വേണ്ടി ഒരു ചാരശക്തികളാവേണ്ടതുണ്ട്. ഒരുപാടൊന്നും ആകണ്ട, മറിച്ച് ഓരോ കണികളായിട്ടെങ്കിലും നമ്മൾ അതിന് സംഭാവന നൽകേണ്ടതുണ്ട്. നമ്മളൊക്കെ സ്വപ്നം കാണണം, അതിങ്ങനെ കണ്ടിരിക്കുക, അങ്ങനെയല്ല. അത് നമുക്കൊരു അഭിലാഷമാക്കി മാറ്റാൻ കഴിയണം. എത്രത്തോളം എന്നാൽ നമ്മളൊക്കെ ഓരോ നേതൃത്വങ്ങളിൽ എത്തുമ്പോഴാണ് നമ്മുടെ ഭാരതത്തിൻ്റെ വലിയ ഉയരങ്ങൾ കീഴടക്കാൻ സാധ്യമാകുക. നമ്മുടെ ഇന്ത്യയുടെ യുവതലമുറയ്ക്ക് ഇനിയും ഇനിയും ഉയരങ്ങൾ കീഴടക്കാൻ സാധ്യമാകട്ടെ. നമ്മുടെ രാജ്യത്തിൻ്റെ ഐക്യത്തിനും സമാധാനത്തിനും നല്ലൊരു തലമുറയ്ക്കും വേണ്ടി നമുക്ക് പ്രയത്നിക്കാം.